നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആർത്താറ്റ് വീട്ടമ്മയുടെ കൊലപാതകം ആസൂത്രിതമെന്ന് കണ്ടെത്തൽ. കൊല്ലപ്പെട്ട സിന്ധുവിന്റെ സഹോദരി ഭർത്താവ് കണ്ണൻ എത്തിയത് ആയുധവുമായെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രതിക്ക് വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നുവെന്നും ഇതിന് പരിഹാരമായിട്ടാണ് കൊലപാതകം നടത്തിയതെന്നും റിപ്പോർട്ടുണ്ട്. മുതുവരയിലെ വീട്ടിൽ നിന്ന് പ്രതി കണ്ണൻ വൈകിട്ട് 6 മണിയോടെ ഇറങ്ങി ആർത്താറ്റ് സിന്ധുവിന്റെ വീട്ടിലേക്ക് രാത്രി 7 മണിയോടെ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുകയായിരുന്നു. ഭർത്താവ് പോയ തക്കം നോക്കി ഇയാൾ വീട്ടിലെത്തി സ്വർണം കവരുകയായിരുന്നു. ഇതിനിടയിലാണ് സിന്ധുവിനെ കൊലപ്പെടുത്തിയത്. അടുക്കളയിൽ പണിയെടുത്തിരുന്ന സിന്ധുവിനെ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് കഴുത്തിന് വെട്ടുകയായിരുന്നു. കൊലപാതകം നടന്ന 1 മണിക്കൂറിനുള്ളിൽ നാട്ടുകാരുടെ സഹായത്തോടെ കണ്ണനെ ആനായിക്കാൽ ചീരംകുളം ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് പോലീസ് പിടികൂടി. തിങ്കളാഴ്ച രാത്രി 8ഓടെയാണ് കൊലപാതകം പുറത്തറിയുന്നത്. ഭർത്താവ് മണികണ്ഠനും സിന്ധുവുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ധാന്യങ്ങൾ പൊടിക്കുന്ന സ്ഥാപനം വീടിന് സമീപം പ്രവർത്തിക്കുന്നുണ്ട്. പണികൾ കഴിഞ്ഞ് മണികണ്ഠൻ വീട്ടിൽ നിന്ന് പുറത്തുപോയ തക്കം നോക്കിയായിരുന്നു കൊലപാതകം അരങ്ങേറിയത്. മണികണ്ഠൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അടുക്കളയിൽ സിന്ധുവിനെ മരിച്ചു കിടക്കുന്ന നിലയിലാണ് കണ്ടത്. SHO UK ഷാജഹാന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കർഷകയും നാട്ടുകാർക്ക് സുപരിചിതയുമാണ് സിന്ധു. വിദേശത്തായിരുന്ന ഭർത്താവ് നാട്ടിലെത്തിയാണ് ധാന്യങ്ങൾ പൊടിക്കുന്ന മില്ല് തുടങ്ങിയത്. നഗരസഭ മികച്ച വനിതാ കർഷകയെ ആദരിച്ചിട്ടുണ്ട്. സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ ചീരകുളത്ത് നിന്നാണ് നാട്ടുകാർ പിടികൂടിയത്. ഇയാളിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കണ്ടുകിട്ടി. 55-കാരിയായ സിന്ധുവിന്റെ ഭർത്താവ് വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പുറത്തുപോയ സമയത്താണ് സംഭവം നടക്കുന്നത്. വൈകുന്നേരം ഇവരുടെ വീടിനടുത്ത് ഒരു യുവാവിനെ മാസ്ക് വെച്ച് നാട്ടുകാരിൽ ചിലർ കണ്ടിരുന്നു. ബഹളം കേട്ട് അയൽ വീട്ടിലെ സ്ത്രീ ശ്രദ്ധിച്ചപ്പോൾ സിന്ധുവിന്റെ വീട്ടിൽ നിന്ന് മാസ്ക് ധരിച്ച ഒരാൾ വീടിന്റെ അടുക്കള ഭാഗത്തു നിന്നിറങ്ങി പാടം വഴി നടന്നു പോകുന്നത് കണ്ടിരുന്നു. പിന്നീട് ഭർത്താവ് വീട്ടിലെത്തിയപ്പോഴാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. വെട്ടേറ്റ് കഴുത്ത് അറുത്തുമാറ്റിയ നിലയിലാണ് ഇവരുടെ മൃതദേഹം കിടന്നിരുന്നത്. പരിശോധനയിൽ സിന്ധുവിന്റെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നതായി കണ്ടെത്തി. വീടിനകത്ത് മൽപ്പിടുത്തം നടന്ന അടയാളങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് സിന്ധുവിന്റെ സഹോദരി ഭർത്താവ് കണ്ണനാണ് പ്രതിയെന്ന് വ്യക്തമായത്. സിന്ധുവിന്റെ ഭർത്താവ് സാധനങ്ങൾ വാങ്ങാൻ പുറത്തുപോയ സമയത്താണ് കൊലപാതകം നടന്നിരിക്കുന്നത്. അസാധാരണമായി കറുത്ത വസ്ത്രങ്ങളിട്ട് മാസ്ക് ധരിച്ചെത്തിയതാണ് നാട്ടുകാരിൽ സംശയം ജനിപ്പിച്ചത്. സിന്ധുവിന്റെ സഹോദരി ഭർത്താവാണ് കണ്ണൻ എന്ന് കുന്നംകുളം SP വ്യക്തമാക്കി. മോഷണ ശ്രമം മാത്രമല്ല, മുൻ വൈരാഗ്യമുണ്ടെന്ന സംശയം പോലീസ് പറയുന്നുണ്ട്. വെട്ടിവീഴ്ത്തിയ ശേഷം കഴുത്ത് അറുത്തുമാറ്റിയ നിലയിലായിരുന്നു മൃതദേഹം. സംഭവത്തിൽ അന്വേഷണം ഊർജിതപ്പെടുത്തിയതായും പോലീസ് അറിയിച്ചു. ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ കാസർഗോഡ് പുച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജിയുടെ കൊലപാതക അന്വേഷണത്തിൽ അഭിഭാഷകനെ ചോദ്യം ചെയ്തു. കേസിലെ 1ഉം 2ഉം പ്രതികളായ മന്ത്രവാദിനി ജിന്നുമ്മ എന്ന ഷമീന, ഇവരുടെ ഭർത്താവ് ഉബൈസ് എന്നിവരുമായി കൊലപാതകം നടത്തുന്നതിന് തൊട്ടുമുമ്പത്തെ ദിവസങ്ങളിൽ ഇദ്ദേഹവുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടതായി കണ്ടെത്തിയതിനെ തുടർന്നാണിത്. പ്രവാസി വ്യവസായി പുച്ചക്കാട് സ്വദേശി അബ്ദുൾ ഗഫൂർ ഹാജിയുടെ കൊലപാതകത്തിലും 596 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലുമാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കാസർഗോഡ് ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയാണ് അഭിഭാഷകനെ ചോദ്യം ചെയ്തത്. പ്രതികളായ കുളിക്കുന്നിലെ മന്ത്രവാദിനി ജിന്നുമ്മ എന്ന ഷമീന, ഭർത്താവ് TM ഉബൈസ് എന്നിവരുമായി അഭിഭാഷകൻ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. കൃത്യം നടത്തിയതിനു ശേഷം ഷമീന ആദ്യം വിളിച്ചത് ഈ അഭിഭാഷകനെ തന്നെയാണ്. വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം അഭിഭാഷകനെ വിട്ടയച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.